നമസ്കാരം. മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വിവാദങ്ങൾക്കും അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്കും പിന്നാലെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. ഒരു മാസത്തോളം നീണ്ടുനിന്ന പ്രചരണം വൈകിട്ട് 6-ന് കൊട്ടിക്കലാശത്തോടെയാണ് സമാപിക്കുക. ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. ജാർഖണ്ഡിൽ 38 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ട വിധിയെഴുതുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണം അവസാനിക്കാനിരിക്കെ പാലക്കാട് ഇരട്ട വോട്ട് വിവാദം ശക്തമാകുന്നു. ഇരട്ട വോട്ടുള്ളവരുടെ പാലക്കാട് മണ്ഡലത്തിലെ വോട്ട് നിലനിർത്തുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇരട്ട വോട്ടിൽ നിയമ പോരാട്ടം നടത്തുമെന്ന് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. സീരിയൽ മേഖലയിൽ സെൻസറിംഗ് ആവശ്യമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തുന്നുണ്ടെന്ന് സതീദേവി അഭിപ്രായപ്പെട്ടു. 2017-18 കാലഘട്ടത്തിലാണ് മെഗാ സീരിയലുകൾ നിരോധിക്കണമെന്ന റിപ്പോർട്ട് നൽകിയത്. മഹാരാഷ്ട്ര ഇങ്ങ് എടുക്കണമെന്നും BJP സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരള സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ BJP സ്ഥാനാർത്ഥി നരേന്ദ്ര മേത്തയുടെ പ്രചരണ പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നൈജീരിയയുടെ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു ആണ് മോദിക്ക് പുരസ്കാരം സമ്മാനിച്ചത്. എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ പുരസ്കാരത്തിന് അർഹനാകുന്ന വിദേശ നേതാവെന്ന ഖ്യാതി കൂടിയാണ് നരേന്ദ്രമോദി സ്വന്തമാക്കിയത്. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. 2 MLA-മാരുടെ വീടുകൾക്ക് കൂടി ഇന്നലെ വൈകിട്ട് തീയിട്ടു. ആസാമിൽ നദിയിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മണിപ്പൂരിൽ നിന്നുള്ളവരുടേതാണെന്നാണ് കരുതപ്പെടുന്നത്. മണിപ്പൂരിലെ സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് യോഗം ചേരും. UK-യിൽ ആലപ്പുഴ സ്വദേശിയായ മലയാളി നഴ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബ്രാഡ്ഫോർഡ് റോയൽ ഇൻഫോർമറി ഹോസ്പിറ്റൽ ജോലി ചെയ്തിരുന്ന വൈശാഖ് രമേശാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ബഹിരാകാശത്തടക്കം അത്ഭുതങ്ങൾ കാട്ടുന്ന ഇലോൺ മസ്കിന്റെ ബുദ്ധിയിൽ ലോകത്തെ യാത്രാവേഗവും മാറുമോ എന്നതാണ് ഇനി കണ്ടറിയാനുള്ളത്. അമേരിക്ക ഇന്ത്യ യാത്രാ സമയത്തിലടക്കം വിസ്മയകരമായ മാറ്റമുണ്ടാകുന്ന പദ്ധതികളാണ് മസ്കിന്റെ കയ്യിലുള്ളതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അയവില്ലാതെ തുടരുന്നതിനിടെ ഇറാന്റെ രഹസ്യ ആണവായുധ പരീക്ഷണ കേന്ദ്രം ഇസ്രായേൽ തകർത്തതായി റിപ്പോർട്ട്. ഇറാനിലെ പാർച്ചനിൽ പ്രവർത്തിക്കുന്ന ആണവ പരീക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ യശസ്വി ജയ്സ്വാളിനൊപ്പം KL രാഹുൽ ഇന്ത്യയുടെ ഓപ്പണറാവും. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പെർത്തിൽ കളിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് രാഹുൽ ഓപ്പണറുടെ റോൾ ഏറ്റെടുക്കുന്നത്. മോർണിംഗ് ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.